ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് കുചേല ദിനമാണ്. അതുകൊണ്ട് കുചേലൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ബാല്യകാല സുഹൃത്തായിരുന്നു സുദാമാവ്. ഗർഗമുനിയുടെ ആശ്രമത്തിൽ അവർ പഠിച്ചിരുന്ന സമയത്ത് കൂടെ പഠിച്ചിരുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു സുദാമാവ്. ഗർഗമുനിക്ക് തൻ്റെ മകനെ വീണ്ടെടുക്കുന്ന കഥ, അതായത് ഭഗവാന്റെ ഗുരുദക്ഷിണ എന്ന് പറഞ്ഞ ഒരു കഥ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിരുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ പോയി കാണണം. ഭഗവാന്റെ ഗുരുദക്ഷിണ എന്ന കഥയാണ്. അത് വളരെ നല്ല ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് പോയി കേൾക്കണം. ഭഗവാൻ കൃഷ്ണൻ്റെ സുഹൃത്തായ ആ ബ്രാഹ്മണൻ ഗൃഹസ്ഥാശ്രമിയായിരുന്നെങ്കിലും അദ്ദേഹം സുഖസൗകര്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തിനു വേണ്ടി ധനം കുമിച്ചു കൂട്ടാൻ വ്യഗ്രതനായിരുന്നില്ല. അതിനാൽ തൻ്റെ വിധി അനുസരിച്ച് സ്വയം വന്നു ചേരുന്ന ധനത്തിൽ തികച്ചും അദ്ദേഹം സംതൃപ്തനായിരുന്നു. തനിക്ക് വിധിച്ചിരിക്കുന്നതിനേക്കാൾ സന്തോഷവാനാകാൻ തനിക്കാവില്ലെന്ന് അറിയുന്നവനാണ് പൂർണ്ണജ്ഞാനി. ഭൗതിക ലോകത്തിൽ കുറേയൊക്കെ ദുഃഖങ്ങളും കുറേയൊക്കെ സുഖങ്ങളും അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എല്ലാവരും. സുഖദുഃഖങ്ങളുടെ അളവ് എല്ലാ ജീവാത്മാക്കൾക്കും മുൻകൂട്ടി വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഭൗതിക ജീവിതത്തിൽ സുഖദുഃഖങ്ങളുടെ അളവ് കൂട്ടാനോ കുറയ്ക്കാനോ ആർക്കുമാവില്ല. അതിനാൽ ഈ ബ്രാഹ്മണൻ ഭൗതിക സുഖത്തിനു വേണ്ടി ഏറെയൊന്നും അധ്വാനിക്കാൻ പോയതുമില്ല. എന്നാലും കൃഷ്ണാവബോധത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് അദ്ദേഹം സമയം ചിലവഴിച്ചിരുന്നത്. അദ്ദേഹത്തിന് വിലപിടിച്ച വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഭാര്യയ്ക്ക് നല്ല വസ്ത്രങ്ങൾ നൽകാനുള്ള കഴിവും ഉണ്ടായിരുന്നില്ല. അവരുടെ ഭൗതിക സാഹചര്യം ഒട്ടും തന്നെ സമ്പന്നവുമല്ലായിരുന്നു. അവർക്ക് വേണ്ടത്ര ഭക്ഷണം പോലും കിട്ടിയിരുന്നില്ല. ഇതിൻ്റെയൊക്കെ ഫലമായി അദ്ദേഹവും ഭാര്യയും മെലിഞ്ഞ് ക്ഷീണിച്ച് അവശരായിരുന്നു. സ്വന്തം കാര്യത്തിലല്ലായിരുന്നു ഭാര്യയ്ക്ക് ഉത്കണ്ഠ. പക്ഷേ ഇത്രയും ധാർമ്മികനായ ഒരു ബ്രാഹ്മണന്റെ കാര്യത്തിൽ അവർക്ക് വലിയ വിഷമമായിരുന്നു. ശാരീരിക ക്ഷീണം മൂലം അവരുടെ ശരീരം വല്ലാതെ വിറച്ചിരുന്നു. ഭർത്താവിനോട് ആജ്ഞാപിക്കാനോ അദ്ദേഹത്തിനെ ഉപദേശിക്കാനോ ഇഷ്ടപ്പെടാത്ത അവർ ഭർത്താവിനോട് പറഞ്ഞു, പ്രാണനാഥ, ഭാഗ്യദേവതയുടെ ഭർത്താവായ ഭഗവാൻ കൃഷ്ണൻ അങ്ങയുടെ സുഹൃത്താണെന്ന് എനിക്കറിയാം. അങ്ങ് ഭഗവാൻ കൃഷ്ണൻ്റെ പരമഭക്തനുമാണ്. അദ്ദേഹമാണെങ്കിൽ തൻ്റെ ഭക്തരെ സഹായിക്കാൻ സദാ സന്നദ്ധനാണ് താനും. അദ്ദേഹത്തിൽ പൂർണ്ണമായും സമർപ്പിതനായ അങ്ങയെപ്പോലുള്ളവർക്ക് ഒരേ സമയം ഒരഭയം ഭഗവാൻ കൃഷ്ണനാണ്. പണ്ഡിതനും പുണ്യവാനും പൂർണ്ണമായ ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവനുമാണ് അങ്ങ്. ഈ പരിതസ്ഥിതികളിൽ ഭഗവാൻ കൃഷ്ണൻ മാത്രമാണ് അങ്ങേക്ക് ആശ്രയം. അതിനാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നാലും അങ്ങയുടെ ദാരിദ്ര്യാവസ്ഥ അദ്ദേഹത്തിന് പെട്ടെന്ന് ബോധ്യപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങൊരു ഗൃഹസ്ഥനും കൂടിയാണ്. അതിനാൽ പണമില്ലാത്ത അവസ്ഥ അങ്ങേക്ക് അത്യധികം ദുഃഖകരമാണ്. എന്നാൽ അദ്ദേഹത്തിന് അങ്ങയുടെ സ്ഥിതി ബോധ്യപ്പെടുന്ന മാത്രയിൽ സുഖമായി ജീവിക്കാൻ വേണ്ട സമ്പത്ത് അദ്ദേഹം അങ്ങേക്ക് തരും. അദ്ദേഹം ഒരിക്കലും തലസ്ഥാന നഗരമായ ദ്വാരക വിട്ടു പോകാറില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിലൊന്നും വ്യാപൃതനാകാതെ അദ്ദേഹം അവിടെ തന്നെ വസിക്കുന്നു. അദ്ദേഹത്തെ ആശ്രയിക്കുന്നവർക്ക് എന്തു വേണമെങ്കിലും തന്നെയും നൽകാൻ തക്ക ദയാലുവും ഉദാരമനസ്കനുമാണ് അദ്ദേഹം. തന്നെ ഭക്തർക്ക് നൽകാൻ തയ്യാറായിട്ടുള്ള ആ ആൾ എന്തെങ്കിലും ഭൗതിക ധനം നൽകുന്നതിൽ എന്ത് അത്ഭുതമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങ് അദ്ദേഹത്തെ കാണുന്നതിന് യാതൊരു മടിയും കാണിക്കരുത് എന്ന് ഈ ബ്രാഹ്മണ പത്നി തികഞ്ഞ വിനയത്തോടുകൂടി വീണ്ടും അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോകാൻ ബ്രാഹ്മണൻ തയ്യാറായി. ഭാര്യയുടെ ആവർത്തിച്ചുള്ള അപേക്ഷ അദ്ദേഹത്തിൻ്റെ മേൽ ശക്തിയായ പ്രേരണ ചെലുത്തിയതിൻ്റെ പേരിൽ പുറപ്പെടാൻ തീർച്ചയാക്കി അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, അവിടെ പോയാൽ ഭഗവാനെ നേരിൽ കാണാമല്ലോ. അദ്ദേഹത്തോട് ധനം ചോദിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ കാണാൻ സാധിച്ചാൽ അത് വലിയ കാര്യമാണല്ലോ. പോകാൻ ഉറച്ചപ്പോൾ ഭഗവാന് തിരുമുൽ കാഴ്ചയായി സമർപ്പിക്കാൻ എന്തെങ്കിലും ആ വീട്ടിലുണ്ടോ എന്ന് അദ്ദേഹം പത്നിയോട് ചോദിച്ചു. ഉടനെ അയൽപ്പക്കത്തുള്ള കൂട്ടുകാരികളിൽ നിന്നും 4 പിടി അവൽ
ശേഖരിച്ചു കൊണ്ടുവന്ന് ഒരു കഷ്ണം തുണിയിൽ കെട്ടി ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. ഒട്ടും വൈകാതെ ഭഗവാനെ കാണാൻ ആ ബ്രാഹ്മണൻ ദ്വാരകയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ദ്വാരകയിലേക്കുള്ള വഴി നീളെ ഭഗവാൻ കൃഷ്ണനെ കാണാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ആ മനസ്സ് നിറയെ ഭഗവാൻ മാത്രമായിരുന്നു. യദുവംശ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ എത്തിച്ചേരുക വളരെ ദുഷ്കരമാണ്. എന്നാൽ ബ്രാഹ്മണർക്ക് പ്രവേശനാനുമതി ഉണ്ട്. ഭഗവാൻ കൃഷ്ണൻ്റെ ബ്രാഹ്മണ സുഹൃത്ത് അവിടെ എത്തിയപ്പോൾ മറ്റു ബ്രാഹ്മണരോടൊപ്പം 3 സൈനിക താവളങ്ങൾ കടക്കേണ്ടതായിട്ടുണ്ട്. ഓരോ താവളത്തിലും ഭീമാകാരമായ കവാടങ്ങൾ ഉണ്ടായിരുന്നു. താവളങ്ങളും കവാടങ്ങളും കഴിഞ്ഞാൽ വലിയ 16,000 കൊട്ടാരങ്ങൾ. ആഡംബരപൂർവ്വം അലങ്കരിക്കപ്പെട്ട ഒരു കൊട്ടാരത്തിൽ ബ്രാഹ്മണൻ പ്രവേശിച്ചു. അപ്പോൾ അതീന്ദ്രിയ മഹാസാഗരത്തിൽ നിരന്തരം മുങ്ങിപ്പൊങ്ങുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ശ്രീകൃഷ്ണൻ രുക്മിണീ ദേവിയുടെ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. തൻ്റെ ഗൃഹത്തെ ലക്ഷ്യമാക്കി ബ്രാഹ്മണൻ നടന്നു വരുന്നത് ദൂരെ വച്ച് തന്നെ ഭഗവാൻ കണ്ടു. സുഹൃത്തിനെ തിരിച്ചറിയുകയും ചെയ്തു. ഉടനെ തന്നെ പള്ളിമഞ്ചത്തിൽ നിന്നെഴുന്നേറ്റ് അദ്ദേഹം സുഹൃത്തിനെ സ്വീകരിക്കാനായി മുന്നോട്ട് വന്നു. അടുത്തെത്തി അദ്ദേഹത്തെ 2 കൈകളും കൊണ്ട് ആലിംഗനം ചെയ്തു. അതീന്ദ്രിയാനന്ദങ്ങളുടെ എല്ലാം സംഭരണിയാണ് ഭഗവാൻ കൃഷ്ണൻ. എന്നിട്ടും ആ സാധു ബ്രാഹ്മണനെ ആശ്ലേഷിക്കുമ്പോൾ അദ്ദേഹത്തിന് അത്യാനന്ദമുണ്ടായി. കാരണം അദ്ദേഹം തൻ്റെ തോഴനെയാണ് കണ്ടുമുട്ടിയത്. ഭഗവാൻ കൃഷ്ണൻ സ്വന്തം കട്ടിലിൽ തന്നെ ബ്രാഹ്മണനെ പിടിച്ചിരുത്തി. ആരാധ്യനായ ഒരു അതിഥിയെ സ്വീകരിക്കേണ്ട രീതിയിൽ തന്നെ അദ്ദേഹത്തിന് നൽകാൻ പഴങ്ങളും പാനീയങ്ങളും സ്വന്തം കൈകൊണ്ട് തന്നെ ഭഗവാൻ എടുത്തുകൊണ്ട് വന്നു. ഭഗവാൻ കൃഷ്ണൻ പരമപവിത്രനാണ്. എങ്കിലും തൽക്കാലം മനുഷ്യനായിട്ടാണ് അദ്ദേഹം ലീലയാടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്രാഹ്മണൻ്റെ പാദങ്ങൾ സ്വയം കഴുകി ആ ജലം സ്വന്തം ശിരസിൽ തളിച്ചു. തുടർന്ന് ബ്രാഹ്മണൻ്റെ ശരീരത്തിൽ ചന്ദനം, അക്കിൽ തുടങ്ങിയ സുഗന്ധ വസ്തുക്കൾ ചാർത്തി. പലതരം ധൂപങ്ങൾ പുകച്ചു. കത്തിച്ച ദീപങ്ങളുടെ ആരതി ഒഴിഞ്ഞു. ഇപ്രകാരം വേണ്ട രീതിയിൽ സ്വീകരിച്ച് ഭക്ഷണപാനീയങ്ങൾ നൽകിയ ശേഷം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തേ, അങ്ങിവിടെ എൻ്റെ അടുത്ത് വന്നത് എൻ്റെ മഹാഭാഗ്യമാണ്. അത്യന്തം ദരിദ്രനായിരുന്നതിനാൽ ബ്രാഹ്മണൻ ധരിച്ചിരുന്നത് നല്ല വസ്ത്രങ്ങളൊന്നുമായിരുന്നില്ല. അവ കീറിപ്പറഞ്ഞതും മലിനവുമായിരുന്നു. ശരീരം ശോഷിച്ചിരുന്നു. ആ ശരീരം പൊതുവെ വൃത്തിയുള്ളതായിരുന്നില്ല. അത്യന്തം മെലിഞ്ഞ ശരീരത്തിൽ എല്ലുകൾ എഴുന്നേറ്റു നിന്നു. ലക്ഷ്മി ദേവി അദ്ദേഹത്തെ ചാമരം കൊണ്ട് വീശി. എന്നാൽ ഈ ബ്രാഹ്മണനെ ഭഗവാൻ ഈ വിധത്തിൽ സ്വീകരിക്കുന്നത് കണ്ട് കൊട്ടാരത്തിലെ മറ്റു സ്ത്രീകൾ അത്ഭുതപ്പെട്ടുപോയി. ഈ ബ്രാഹ്മണനെ ഇത്ര കാര്യമായി സ്വാഗതം ചെയ്യാൻ ഭഗവാൻ കൃഷ്ണൻ കാണിക്കുന്ന ഉത്സാഹം അവരെ അത്ഭുതപ്പെടുത്തി. ദരിദ്രനും തീരെ വൃത്തിയില്ലാത്തവനും മലിന വസ്ത്രധാരിയുമായ ബ്രാഹ്മണനെ ഭഗവാൻ സ്വന്തം നിലയിൽ പരിചരിക്കുന്നത് കണ്ടിട്ടാണ് അവർക്ക് അത്ഭുതം തോന്നിയത്. പക്ഷേ ഈ ബ്രാഹ്മണൻ സാധാരണ മനുഷ്യനല്ലെന്നും അവർക്ക് തോന്നി. ഏറെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവനായിരിക്കണം ഇദ്ദേഹം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഭഗവാനും രുക്മിണീ ദേവിയും ഇത്രയധികം താല്പര്യം കാണിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ്റെ കട്ടിലിൽ തന്നെ ബ്രാഹ്മണനെ ഇരുത്തിയതിലാണ് അവർക്ക് ഏറെ അത്ഭുതം തോന്നിയത്. ബ്രാഹ്മണനെ സ്വീകരിച്ച ശേഷം സ്വന്തം കിടക്കയിലിരുത്തി ഭഗവാനും തൻ്റെ കൂട്ടുകാരനുമായി വളരെ നേരം സൗഹൃദ സംഭാഷണം നടത്തി. തങ്ങളുടെ പഴയ ബന്ധത്തെക്കുറിച്ച് സുധാമാവുമായി ഭഗവാൻ ദീർഘനേരം സംഭാഷണത്തിൽ മുഴുകി. തുടർന്ന് പണ്ടത്തെ സുഹൃത്തിൻ്റെ സമ്പർക്കം ആസ്വദിക്കുന്നതിന് വേണ്ടി ഭഗവാൻ കൃഷ്ണൻ മന്ദഹസിച്ചുകൊണ്ട് ചോദിച്ചു, പ്രിയപ്പെട്ട സുഹൃത്തെ, എന്താണ് അങ്ങ് നമുക്കായി കൊണ്ടുവന്നിട്ടുള്ളത്? എന്തെങ്കിലും സ്വാദിഷ്ടമായ ഭോജ്യങ്ങൾ അങ്ങയുടെ പത്നി നമുക്കായി തന്നയച്ചിട്ടുണ്ടോ? ഈ സംഭാഷണത്തിനിടയിൽ ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തെ നോക്കി സ്നേഹപൂർവ്വം പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം തുടർന്നു, പ്രിയപ്പെട്ട സുഹൃത്തെ, അങ്ങയുടെ ഗൃഹത്തിൽ നിന്നും നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ്? വാസ്തവത്തിൽ തനിക്ക് ഭക്ഷിക്കാൻ യോഗ്യമല്ലാത്ത നിസ്സാരമായ അവിൽ തനിക്ക് തരാൻ സുധാമാവ് മടി കാണിക്കുന്നുവെന്ന് ഭഗവാൻ കൃഷ്ണന് മനസ്സിലായി.
സുദാമാവിൻ്റെ മനസ്സറിഞ്ഞ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തേ, സത്യത്തിൽ നമുക്കൊന്നിൻ്റെയും ആവശ്യമില്ല. എന്നാൽ സ്നേഹസൂചകമായി നമ്മുടെ ഭക്തർ എന്തെങ്കിലും സമർപ്പിച്ചാൽ അത് എത്ര നിസ്സാരമാണെങ്കിലും അത് സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിക്കും. നേരെ മറിച്ച് ഭക്തിശൂന്യർ എത്ര വിലപ്പെട്ട വസ്തുക്കൾ തന്നാലും ഞാനത് സ്വീകരിക്കുകയുമില്ല. ഭക്തിയോടും പ്രേമത്തോടും കൂടി സമർപ്പിക്കുന്നത് മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. നമ്മുടെ നിർമ്മല ഭക്തർ ഒരു പൂവോ ഒരിലയോ അല്പം ജലമോ അതുപോലെ നിസ്സാരമായ ഏതൊരു വസ്തുവും ഭക്തിയോടുകൂടി നമുക്ക് അർപ്പിച്ചാൽ സന്തോഷപൂർവ്വം ഞാനത് സ്വീകരിക്കും. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവൾ താൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുമെന്ന് സുധാമാവിന് ഉറപ്പ് കൊടുത്തിട്ടും ലജ്ജ മൂലം അത് ഭഗവാന് സമർപ്പിക്കാൻ ആ വിപ്രൻ മടി കാണിച്ചു. അദ്ദേഹം വിചാരിച്ചു, ഇത്ര നിസ്സാരമായ വസ്തുക്കൾ ഞാൻ എങ്ങനെയാണ് കൃഷ്ണന് കൊടുക്കുന്നത്? ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹം തല കുമ്പിട്ടിരുന്നു. ഒടുവിൽ പാവം സുധാമാവിൻ്റെ തോളിൽ തൂങ്ങിയിരിക്കുന്ന ഭാണ്ഡം ഭഗവാൻ കൈക്കലാക്കി. ഇതെന്താണ് സുഹൃത്തേ, സ്വാദിഷ്ടമായ ഒന്നാന്തരം അവലോ? അദ്ദേഹം സുദാമാവിനെ പ്രോത്സാഹിപ്പിച്ചു. ഈ അവൽ നമ്മെ മാത്രമല്ല, പ്രപഞ്ചത്തെ മുഴുവൻ തൃപ്തിപ്പെടുത്താൻ ധാരാളമാണ്. എല്ലാത്തിൻ്റെയും ആദിമപ്രഭവം ഭഗവാനാകയാൽ പ്രപഞ്ച സൃഷ്ടിയുടെ മുഴുവൻ നാരായണവയരാണ് അദ്ദേഹം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായോ? സുധാമാവ് വിപ്രനുമായി സംസാരിക്കുന്നതിനിടയിൽ ഭഗവാൻ കൃഷ്ണൻ ഒരു പിടി അവൽ അദ്ദേഹത്തിൻ്റെ ഭാണ്ഡത്തിൽ നിന്നും വാരി ഭക്ഷിച്ചു. രണ്ടാമതും വാരാൻ തുടങ്ങിയപ്പോൾ സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെയായ രുക്മിണി ദേവി ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ച് അത് തടഞ്ഞു. ഭർത്താവിൻ്റെ കൈ പിടിച്ച് രുക്മിണി ദേവി പറയുകയാണ്, ഈ ഒരു പിടി അവൽ അത് സമർപ്പിച്ചയാളിന് ഈ ജന്മവും അടുത്ത ജന്മവും അളവറ്റ ഐശ്വര്യങ്ങൾ അനുഭവിക്കാൻ കാരണമായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു പിടി അവൽ അങ്ങേക്ക് അത്യധികം സന്തോഷം തരുന്നു. അങ്ങ് ഭക്തന്മാരുടെ പേരിൽ എത്ര കാരുണ്യമുള്ളവനാണ്. അങ്ങയുടെ ആനന്ദം ഭക്തന് ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ഐശ്വര്യവും സമ്പത്തും നൽകുന്നു. ഭക്തിവാത്സല്യങ്ങളോടെ ഏതൊരുവനാണോ ഭഗവാന് ഭക്ഷണം സമർപ്പിക്കുകയും ഭഗവാൻ അത് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഐശ്വര്യദേവതയായ രുക്മിണി ദേവി സ്വയം ആ ഭക്തൻ്റെ ഗൃഹത്തിലെത്തി അതിനെ ലോകത്തിലെ ഏറ്റവും ഐശ്വര്യം നിറഞ്ഞ ഗൃഹമാക്കി തീർക്കാൻ നിർബന്ധിതയാകുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭഗവാൻ നാരായണനെ സമൃദ്ധമായി ഊട്ടിയാൽ ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവി അയാളുടെ അതിഥിയായി അവിടെ എത്തും. എന്ന് വെച്ചാൽ ആ വീട്ടിൽ ഐശ്വര്യം കളിയാടുമെന്നർത്ഥം. താൻ എന്തിനാണ് വന്നത്, എന്താണ് തൻ്റെ ആവശ്യം, ഇതൊന്നും സുദാമാവ് ഭഗവാനോട് ചോദിച്ചില്ല. പിറ്റേന്ന് തന്നെ അദ്ദേഹം സ്വഭവനത്തിലേക്ക് തിരിച്ചു പോരും വഴി കൃഷ്ണൻ തനിക്ക് നൽകിയ സ്വീകരണത്തെക്കുറിച്ച് മാത്രമായിരുന്നു ആ ബ്രാഹ്മണൻ്റെ ചിന്ത. അങ്ങനെ അദ്ദേഹം ഒരു വലിയ ആനന്ദത്തിൽ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിയെല്ലാം അദ്ദേഹം ഭഗവാനെ പറ്റി മാത്രമായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം തൻ്റെ സ്വന്തം ഭവനത്തിൽ എത്തിച്ചേർന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ എല്ലാം അത്ഭുതകരമായി മാറിയിരിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. തൻ്റെ കുടിലിരുന്ന സ്ഥാനത്ത് വലിയ കൊട്ടാരങ്ങൾ, സൂര്യനെ പോലെയും ചന്ദ്രനെ പോലെയും അഗ്നികിരണങ്ങൾ പോലെയും മിന്നിത്തിളങ്ങിയും വിലപിടിച്ച കല്ലുകളും രത്നങ്ങളും കൊണ്ട് നിർമ്മിച്ച വലിയ വലിയ കൊട്ടാരങ്ങൾ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് മനോഹരമായി അലങ്കരിച്ച വിഹാരസ്ഥലങ്ങളും. അവിടെയൊക്കെ സ്ത്രീകളും പുരുഷന്മാരും യഥേഷ്ടം ചുറ്റിത്തിരിയുന്നു. ഈ ഉപവനത്തിൽ തടാകങ്ങൾ, താമരപ്പൂക്കൾ, മനോഹരമായ അമ്പലുകൾ, വിവിധ വർണ്ണങ്ങളോടുകൂടിയ പക്ഷിവൃന്ദങ്ങൾ. തൻ്റെ നാടിന് വന്ന മാറ്റം കണ്ട് ബ്രാഹ്മണൻ ചിന്തിച്ചു തുടങ്ങി. എന്തു മാറ്റങ്ങളാണ് ഞാനീ കാണുന്നത്? ഇതെങ്ങനെ സംഭവിച്ചു? ഇതെൻ്റെ സ്ഥലം തന്നെയോ അതോ മറ്റു വല്ലയിടവുമാണോ? ഞാൻ സ്ഥിരമായി വസിച്ചിരുന്ന ഇതേ സ്ഥലമാണെങ്കിൽ ഈ അത്ഭുതകരമായ മാറ്റം എങ്ങനെയുണ്ടായി? ബ്രാഹ്മണൻ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ ദേവതമാരെ പോലെ തോന്നിക്കുന്ന ഒരു സംഘം സ്ത്രീ പുരുഷന്മാർ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തി. ഭർത്താവിൻ്റെ ആഗമന വാർത്ത കേട്ട് ബ്രാഹ്മണ പത്നി അത്യധികം സന്തുഷ്ടയായി. തിടുക്കത്തിൽ അവളും കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. ഭാഗ്യദേവതയായ ലക്ഷ്മി ദേവി തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയോ എന്ന് തോന്നുമാറ് ബ്രാഹ്മണ പത്നി അതീവ സുന്ദരിയായി കാണപ്പെട്ടു. ഭർത്താവിനെ മുന്നിൽ കണ്ട മാത്രയിൽ അവളുടെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. ഭർത്താവിനെ അഭിസംബോധന ചെയ്യാൻ പോലും ആവാതെ ആ ബ്രാഹ്മണ സ്ത്രീയുടെ ശബ്ദം ഇടറിപ്പോയി. ആ ബ്രാഹ്മണ പത്നി
ഭർത്താവിനെ നമസ്കരിച്ചു. തൻ്റെ പത്നിയെ ഇത്രയും സുന്ദരിയായി കണ്ട ബ്രാഹ്മണൻ ആശ്ചര്യം കൂറി. അദ്ദേഹം വാത്സല്യത്തോടെ, എന്നാൽ ഭാര്യയോടൊന്നും മിണ്ടാതെ, അവരോടൊപ്പം കൊട്ടാരത്തിനുള്ളിൽ കടന്നു. കൊട്ടാരത്തിൽ തൻ്റെ സ്വകാര്യ മുറിയിൽ പ്രവേശിച്ച ബ്രാഹ്മണന് അത് തൻ്റെ മുറിയല്ല, ദേവേന്ദ്രൻ്റെ കൊട്ടാരമായിട്ടാണ് തോന്നിയത്. കൊട്ടാരത്തിനു ചുറ്റും രത്നസ്തംഭങ്ങളുണ്ടായിരുന്നു. മഞ്ചങ്ങളും പീഠങ്ങളും ദന്തനിർമ്മിതവും രത്നം കൊണ്ട് അലങ്കരിച്ചതുമായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ബ്രാഹ്മണൻ ഗൗരവപൂർവ്വം ആലോചിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഇതെല്ലാം ഭഗവാനാണ് തനിക്ക് തന്നതെന്ന്. കേവലം ഒരു പിടി അവൽ കൊണ്ട് അദ്ദേഹം നേടിയത് ഇന്ദ്രലോകത്തിന് സമമാണ്. ഇവിടെ സുദാമാവ് എന്ന ബ്രാഹ്മണൻ എന്തെങ്കിലും ഭഗവാനോട് ചോദിച്ചോ? അദ്ദേഹം പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ ദാരിദ്ര്യം അകറ്റാൻ എന്തെങ്കിലും ഒരു വഴി തേടുമോ, കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ ഭഗവാനെ കണ്ടതും ഇദ്ദേഹം എന്തെങ്കിലും ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല. ചോദിക്കാതെ തന്നെ ഭഗവാന് മനസ്സിലായി തൻ്റെ പരമഭക്തന് എന്താണ് ആവശ്യമെന്ന്. അദ്ദേഹം മനസ്സിൽ കണ്ടതിൻ്റെ എത്രയോ മടങ്ങാണ് ഭഗവാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തത്. ഇവിടെ എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ കൊടുത്തത്? സുദാമാവിൻ്റെ ഭക്തി. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ഭഗവാന് വേണ്ടി ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, എന്നാൽ പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണ തൃപ്തിയോടുകൂടി ഭഗവാന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിലാണ് ഭഗവാൻ ഏറ്റവും തൃപ്തി. നമുക്ക് ചിലപ്പോൾ ഒരു പാൽപ്പായസമേ ഭഗവാന് വേണ്ടി കഴിപ്പിക്കാൻ പറ്റുള്ളായിരിക്കും, അല്ലെങ്കിൽ ഒരു തുളസിമാല. നമ്മുടെ അയൽപ്പക്കക്കാരൻ ചിലപ്പം വലിയ സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുമായിരിക്കാം ഭഗവാന്. ചിലപ്പോൾ അയാളത് കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? തൻ്റെ പണത്തിൻ്റെ ഗർവ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതല്ല, പണമുള്ളവന് ഭക്തിയോടുകൂടി കൊടുക്കാം. ഞാൻ ഗർവ് കാണിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ പൂർണ്ണ സമർപ്പണത്തോടുകൂടി ഒരു പിടി തുളസിയില കൊടുത്താൽ ഭഗവാൻ അതാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ 108 തവണ ഒരു നാമം ജപിക്കണമെന്ന് പറയുന്നു. ചിലപ്പം നമുക്ക് 108 തവണ നമ്മുടെ വീട്ടിലെ സാഹചര്യം കൊണ്ട് ജപിക്കാൻ പറ്റത്തില്ലായിരിക്കും. ഒരു 3 തവണ ഭഗവാനെ ഓർത്ത് നമ്മൾ ജപിച്ചാൽ 108 തവണ എന്തെങ്കിലും ഒരു ദുരാഗ്രഹത്തോടു കൂടി ജപിക്കുന്ന ഒരാളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല നമ്മളുടെ 3 തവണത്തെ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിക്കുന്നത്. വ്രതമെടുക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ, പ്രാർത്ഥിക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ. നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് വേണം ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതും ഭഗവാന്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും. നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എത്രത്തോളം ഭക്തിയോടു കൂടിയോ എത്രത്തോളം സ്നേഹത്തോടു കൂടിയോ ഭഗവാന് വേണ്ടി ഒരു കാര്യം ചെയ്താൽ ഭഗവാൻ അത് പൂർണ്ണ മനസ്സ് സ്വീകരിക്കും. സുദാമാവ് കൊണ്ടുവന്ന, അദ്ദേഹത്തിന് അതിനേ കഴിയത്തുള്ളായിരുന്നു. ആ അവിൽക്കിഴി അദ്ദേഹം അമൃതുപോലെ ഭക്ഷിച്ചു. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഭഗവാൻ ഒരു കാര്യം കൊടുക്കുമ്പോൾ അത് പൂർണ്ണ മനസ്സോടുകൂടിയും തൃപ്തിയോടുകൂടിയും കൊടുക്കണം. കടം മേടിച്ചോ പൈസയില്ലാതെ ബുദ്ധിമുട്ടിയോ ഒന്നുമല്ല നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്. നമ്മുടെ ആരോഗ്യസ്ഥിതി മാറ്റിവെച്ചുകൊണ്ടല്ല നമ്മൾ ഭഗവാന് വേണ്ടി ഒന്നും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, പ്രാർത്ഥനയും ജപവും നമ്മളാൽ കഴിയുന്ന വഴിപാടുകളുമാണ് ഭഗവാന് വേണ്ടി ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ചെയ്താൽ ഭഗവാൻ അതിലൊന്നും വീടില്ല. ഭഗവാൻ ഇതെല്ലാം അറിയാം. അതുകൊണ്ട് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഭഗവാനെ വിളിക്കുന്ന ആ വിളി, ഭഗവാനേന്ന് വിളിക്കുമ്പോൾ അതിലെത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് ഭഗവാൻ എപ്പോഴും നോക്കുന്നത്. അതല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ഇതൊക്കെ അങ്ങ് ചെയ്യുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടോ ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. ഇവിടെ സുദാമാവ് അദ്ദേഹത്തിന് വേണമെങ്കിൽ കുറേ ഭിക്ഷ യാചിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭഗവാന് മേടിച്ചോടെ കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു പിടി അവലും കൊണ്ട് അവിടെ എത്തിയത്. അതുകൊണ്ട് നമ്മളെല്ലാവരും സുദാമാവിനെ പോലെ ആകണം. ഈ കുചേല ദിനത്തിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നമ്മളെ കൊണ്ട് കഴിയാവുന്ന എന്തെങ്കിലും ഒരു നൈവേദ്യം ഭഗവാന് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കൊടുക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാൻ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്നവനാണ്. അതാതിൻ്റെ യഥാസമയത്ത് എപ്പോഴാണോ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകേണ്ടതെന്ന് ഭഗവാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത്
ഭഗവാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായി ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് തന്നിരിക്കും. നിങ്ങൾ ഭക്തിയോടുകൂടി ഭഗവാനെ വിളിക്കുക, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുക. ഭഗവാൻ എല്ലാം നിങ്ങൾക്ക് തരും. ഹരേ കൃഷ്ണ.